ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതേപോലത്തെ നമ്മുടെ സ്പ്രേൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവും സ്പ്രേ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ പിന്നെ എന്താ ചെയ്യാന്ന്. അപ്പോൾ ഇതായിട്ടൊരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാലും മനസ്സിലാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ താഴത്ത് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ ഇതിൻ്റെ ഫ്രണ്ടത്തെ ഇതൊക്കെ ഒന്ന് കളയണം. അപ്പോൾ അത് കളഞ്ഞിട്ടുള്ള വേറൊരു ബോട്ടിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. പിന്നെ നമുക്ക് കളറാണ് വേണ്ടത്. ഫാബ്രിക്കോ അക്രിലിക്കോ ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ ഗ്ലാസ്സുമ്പോൾ നിൽക്കുന്ന തരം കളറാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മുട്ടയുടെ തോടാണ്. അപ്പോൾ മുട്ടയുടെ തോട് നമ്മൾ പൊടിക്കണം. മുട്ടയുടെ തോട് ചെറിയ ചെറിയ പൊടികളാക്കിയിട്ട് ഇതിനെ കളർ ചെയ്ത് ഇതിനെ മേൽ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതാണ്, സിമ്പിളാണ്. പിന്നെ മുട്ടത്തോടം പൊടിച്ചാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നന്നായിട്ട് നമ്മുടെ മിക്സിയിൽ നല്ല പൊടിയാക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു അക്രിലിക് കളർ അല്ലെങ്കിൽ ഫാബ്രിക്കാണ്. ഞാൻ അപ്പോൾ ഇവിടെ റെഡാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതിൽ നമുക്കൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഒഴിക്കുക. അതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഫെവിക്കോൾ പക്ഷേ എടുക്കണേ. ഇതിൻ്റെ മേലെ ഇങ്ങനെ എഴുത്തുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഞാൻ ഒന്ന് മായ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ഫെവിക്കോൾ ഫുള്ളായിട്ടൊന്ന് തേക്കാം. എല്ലായിടത്തും നല്ല പോലെ ഒന്ന് തേച്ചെടുക്കാം. കുറച്ചീച്ച ഫുള്ള് എല്ലാ ഭാഗത്തൊന്ന് തേക്കാം. അപ്പോൾ നമ്മൾ ഫിംഗർ ഇട്ട് നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. അപ്പോൾ എന്നാലും നല്ല നിൽക്കുക. പിന്നെ എല്ലാ സെക്ഷൻ നമ്മുടെ പൊടി എടുത്തിട്ട് ഒന്ന് കുറച്ചീച്ച ഒന്ന് ഇട്ട് കൊടുക്കാം. പക്ഷെ ഇതൊന്ന് കൊട്ടി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പോരും. അപ്പോൾ അവിടെ നല്ല പോലെ ആയിട്ടുണ്ട്. അതിനുശേഷം എല്ലാ സൈഡും നമുക്ക് ഇതേപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പൊടി ബാക്കിയുള്ളത് നമ്മുടെ എല്ലായിടത്തേക്കും നമ്മൾ പശയാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, നോക്കും നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഇപ്പോൾ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. അപ്പോൾ ഇത്രയും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബോട്ടിൽ ആർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ വെച്ച് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ, ഇപ്പോൾ നല്ലൊരു ഫ്ലവർ വേസ് ആയില്ല. അപ്പോൾ വേസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മുന്നേ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ചെയ്യാറ് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഭംഗിയുണ്ടോ ഇല്ലെങ്കിൽ താഴ്ത്തും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബായ്.